ഹായ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് തിരുവനന്തപുരം LDCയുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾക്ക് 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും? ഇതാണ് ചോദ്യം. അന്നേരം 3 പൈപ്പുകൾ ഒരു ടാങ്കിനെ എത്ര മിനിറ്റ് കൊണ്ട് നിറയ്ക്കും? 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് നിറയ്ക്കും. 1 മണിക്കൂർ എന്ന് വെച്ചാൽ നമുക്കറിയാം 60 മിനിറ്റ്. അന്നേരം 60 മിനിറ്റ് 30 മിനിറ്റ് കൂടാകുമ്പോൾ 90 മിനിറ്റ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പറയാം, 3 പൈപ്പുകൾ ഒരു ടാങ്ക് നിറയ്ക്കാൻ 90 മിനിറ്റ് എടുക്കും അല്ലേ? എങ്കിൽ നമ്മുടെ ചോദ്യം ലളിതമാണ്. 2 പൈപ്പുകൾ ഈ ടാങ്ക് നിറയ്ക്കാൻ എത്ര മിനിറ്റ് എടുക്കും? ഇതാണല്ലോ ചോദ്യം. അതിന് നമുക്ക് സമയം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. സമയം കണ്ടുപിടിക്കുക 2 പൈപ്പുകൾ എടുക്കുന്ന സമയമാണ് ചോദ്യം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? 3 പൈപ്പ് എത്ര മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്നത്? 90 മിനിറ്റ് കൊണ്ട് ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ, 3 പൈപ്പ് 90 മിനിറ്റ് കൊണ്ടാണ് നിറയ്ക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുക 5 പൈപ്പുകൾ എത്ര മിനിറ്റ് കൊണ്ട് നിറയ്ക്കുമെന്ന് ചോദിച്ചാൽ 3 × 90 ഡിവൈഡ് ബൈ 5. ഇനി 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ടാണ് നിറയ്ക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുക 6 പൈപ്പുകൾ എത്ര മിനിറ്റ് കൊണ്ട് നിറയ്ക്കുമെന്ന് ചോദിച്ചാൽ 3 × 90 ഡിവൈഡ് ബൈ 6. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് ക്യാൻസൽ ചെയ്യുക. 92 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 45. 3 × 45 വരും. അത് 135 മിനിറ്റ് എന്ന് വരും. 135 മിനിറ്റ് എന്ന് വരും. 135 മിനിറ്റ് നമുക്കറിയാം 120 മിനിറ്റ് പ്ലസ് അല്ലേ? 120 മിനിറ്റ് പ്ലസ് ഏതാ? 15 മിനിറ്റ്. നമ്മളിത് എന്തിനാ എങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 120 മിനിറ്റ് എന്ന് വെച്ചാൽ 2 മണിക്കൂർ. അന്നേരം 2 മണിക്കൂർ പ്ലസ് 15 മിനിറ്റ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 മണിക്കൂർ 15 മിനിറ്റ്. അന്നേരം നമ്മുടെ ആൻസർ എന്താ? 2 മണിക്കൂർ 15 മിനിറ്റ്.